ചേച്ചി കുപ്പിക്കകത്ത് പെട്രോൾ തരത്തില്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ പ്ലിങ് ഏരിയയാണ്, അവിടെ കുപ്പിക്കകത്ത് പെട്രോൾ തരത്തില്ല. നമുക്ക് 28 കളയാം. 833 മൈനസ് 700 എട്ടിപ്പോയ ഒരു മൈലേജ് എന്ന് വേണമെങ്കിൽ പറയാം. 50 രൂപയ്ക്ക് ഈ ഒരു ബൈക്ക് ഓടിയിരിക്കുന്നതെന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു റെവ് ലിമിറ്റ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഹോണ്ട യൂണിക്കോണിന് എത്ര മൈലേജ് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ 60 km/ലിറ്റർ മൈലേജ് കിട്ടും എന്നാണ് പറയുന്നത്. ഈ യൂണിക്കോണിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്തതും ഏകദേശം 60 km/ലിറ്റർ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് യൂണിക്കോണിന് യഥാർത്ഥത്തിൽ എത്ര മൈലേജ് കിട്ടുമെന്നാണ്. പക്ഷേ എല്ലാവരും നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ NSൻ്റെ കാര്യത്തിൽ മൈലേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്തും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ 1 ലിറ്റർ പെട്രോളല്ല മൈലേജ് നോക്കുന്നത്, നമ്മൾ 1/2 ലിറ്റർ പെട്രോളിൽ ഈ ഒരു വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കും. അതിൻ്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ 1 ലിറ്ററിൽ എത്ര മൈലേജ് കിട്ടുമെന്ന് പറയുന്നത്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ കിടക്കുന്ന യൂണിക്കോൺ, അതായത് ഇത് BS4 മോഡൽ യൂണിക്കോണാണ്. ഫ്യൂൽ ഇഞ്ചക്ടർ വരുന്ന ബൈക്കല്ല, ഇത് കാർബറേറ്റർ ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൈക്കിന് എത്ര മൈലേജ് കിട്ടുമെന്നും കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഓൾഡർ വേർഷൻ യൂണിക്കോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജും കൂടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയണം കേട്ടോ. അതായത് നമ്മുടെ യൂസിന്. അപ്പം ഈ ഒരു ബൈക്ക് BS4 മോഡൽ പഴയ ബൈക്ക് എടുത്താലും അത് വെർത്താവും എന്നുള്ള കാര്യത്തിൽ ഏകദേശം കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബൈക്കിനകത്ത് 50 രൂപയുടെ പെട്രോൾ നിറച്ചിട്ട് ഈ ബൈക്കിന് എത്ര മൈലേജ് കിട്ടുമെന്ന് നോക്കാം. ഈ ബൈക്കിനകത്ത് കുറച്ച് ഫ്യൂലും കൂടെ ബാക്കിയുണ്ട്. എന്തായാലും അത് കംപ്ലീറ്റ്ലി ഓടിച്ച് തീർത്തിട്ട് നമുക്ക് എന്തായാലും മൈലേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നേരെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതി അറിയിക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. നേരത്തെ നമ്മൾ ഇൻട്രോ എടുത്ത സ്ഥലത്ത് നിന്ന് നമ്മളെന്തായാലും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇറങ്ങി നമ്മളിതിൻ്റെ ഫ്യൂല് കംപ്ലീറ്റ്ലി ഓടിച്ച് തീർക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫ്യൂല് കംപ്ലീറ്റ്ലി ഓടിച്ച് തീർത്തിട്ട് ഇനി ഇതിൻ്റെ പെട്രോൾ തീരുമ്പം എന്തായാലും നമുക്ക് വരാൻ കേട്ടോ, തിരിച്ച് വരാം. അപ്പോൾ ഇതിൻ്റെ ഫ്യൂല് ഞാൻ കംപ്ലീറ്റ്ലി ഒന്ന് ഓടിച്ച് തീർക്കട്ടെ. അങ്ങനെ 714 ലോകവും കറങ്ങിയിട്ട് നമ്മുടെ വണ്ടിയിലെ പെട്രോൾ കംപ്ലീറ്റ്ലി തീർന്നിട്ടുണ്ട്. അന്നേരം നമുക്ക് നമ്മുടെ 1/2 ലിറ്റർ പെട്രോൾ എന്തായാലും വണ്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ തുറക്കുന്നത്. അത്യാവശ്യം വലിയ ടാങ്കാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ഇതിനകത്ത് പെട്രോളും കാര്യങ്ങളൊക്കെ തീരാൻ. ഒരുപാട് ഓടിച്ച് കുറേ ദൂരം വന്നതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിൻ്റെ പെട്രോളും കാര്യങ്ങളൊക്കെ തീർന്നത്. എന്തായാലും നമ്മൾ 1/2 ലിറ്റർ പെട്രോൾ കുപ്പിയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെടുത്ത് ഇത് എന്തായാലും ഇതിലേക്ക് ഒഴിക്കാം. ഒരു തുള്ളി പോലും ബാഷ്പീകരിച്ച് പോലും പോകരുതാത്ത രീതിയിലാണ് നമ്മളിതിനകത്ത് ഫ്യൂൽ നിറയ്ക്കുന്നത്. എന്തായാലും കറക്റ്റായിട്ട് വീഴാനുള്ള സ്പേസ് എല്ലാം വണ്ടിക്കതുണ്ട്. ഓക്കെ, അങ്ങനെ 1/2 ലിറ്റർ പെട്രോൾ കംപ്ലീറ്റ്ലി വണ്ടിയുടെ ടാങ്കിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒരു തുള്ളി പോലും പുറത്ത് പോയിട്ടില്ല. ടാങ്ക് അടയ്ക്കാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ 1/2 ലിറ്റർ പെട്രോളും അങ്ങനെ വണ്ടിയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി എത്ര കിലോമീറ്റർ ഓടുമെന്ന് കറക്റ്റ് അറിയില്ല. അതിന് മുമ്പ് എന്തായാലും നമുക്ക് കുറച്ച് ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട്. ഇതിൻ്റെ ടാങ്ക് ക്ലോസ് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ഓഡോമീറ്ററിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. RP മീറ്ററൊക്കെ വരുന്ന മോഡലാണ് കേട്ടോ. യൂണിക്കോണിന് എല്ലാത്തിനും RP മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കാണാൻ തന്നെ അത്യാവശ്യം നൈസ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്തായാലും. എന്തായാലും നമുക്കിതിൻ്റെ ഓഡോമീറ്ററിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചേക്കാം. അപ്പം നമ്മൾ NSൻ്റെ വീഡിയോയിൽ ഈ മൈലേജ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ബോർഡറും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ഈ വണ്ടിയുടെ കാര്യത്തിൽ ഒരു ബോർഡർ പറയാം. ഇതിപ്പം 50 രൂപയുടെ പെട്രോളാണ് ഒഴിച്ചേക്കുന്നത്. 50 രൂപയുടെ പെട്രോളിൽ ഈ വണ്ടി ഏകദേശം ഒരു 10 കിലോമീറ്റർ പോത്തോളെങ്കിൽ ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതിന് തീരെ മൈലേജ് ഇല്ല. അപ്പം ഇത് ഒരു 15 km/ലിറ്റർ, അതായത് ഒരു 1/2 ലിറ്റർ ഒരു 15 km അല്ലെങ്കിൽ 15 to 18 km ഒക്കെ പോവുകയാണെങ്കിൽ അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലായാലും. കാരണം ഇതൊരു 150cc ബൈക്കാണ്, അതിനെക്കൊണ്ട് അത്രയും ഒക്കെ രീതിയിൽ പുഷ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ല ഇതൊരു 25-ന് മുകളിലോട്ട് പോകണമെങ്കിൽ അബ്സല്യൂട്ട്ലി ഇതിൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ മൈലേജിൻ്റെ കാര്യത്തിൽ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്രയും മൈലേജും കാര്യങ്ങളൊക്കെ 50 രൂപയുടെ പെട്രോൾ ഈ ബൈക്കിന് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അത്രയും സ്മൂത്തായിട്ടുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു ബൈക്കാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ബൗണ്ടറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓഡോമീറ്ററിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ നമുക്ക് പോവാം. ഏതോ ഒരു അമ്പലത്തിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ നമ്മുടെ വണ്ടി വന്ന് ഓഫായത്. അത്യാവശ്യം ഒരു ഗ്രാമപ്രദേശമാണ്, പക്ഷേ നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോവാം. എത്ര കിലോമീറ്റർ പോകുമെന്നറിയില്ല, എന്തായാലും മുന്നോട്ട് തന്നെ പോവാം. ഞാൻ അത്യാവശ്യം ഒരു 40-50 ഇടയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം നമുക്ക് കുറേ മെയിൻ റോഡും കാര്യങ്ങളാണ്, വണ്ടിയൊന്നുമില്ല, ഫ്രീ റോഡാണ്. എന്തായാലും മുന്നോട്ട് തന്നെ പോയി നോക്കാം. എപ്പം വണ്ടി ഓഫ് ആവുന്നോ അപ്പോഴത്തേക്ക് നമ്മുടെ മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോഡാണ്, പക്ഷേ നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലടിക്കുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ കാഠിന്യം മനസ്സിലാവുമെന്ന് അറിയില്ല ഗോപ്രോയിലായതുകൊണ്ട്, പക്ഷേ പുറത്ത് നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളുണ്ട്. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു ഇതിൻ്റെ ടാങ്കിൽ കിടന്ന ഫ്യൂവൽ ഓടിച്ച് തീർക്കാനായിട്ട്. ഒരുപാട് ദൂരം നമ്മൾ വന്നു, ഒരുപാട് തവണ ഈ റോഡിൽ കൂടെ തന്നെ 5-6 പ്രാവശ്യം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതായിട്ട് വന്നേട്ടാ. അപ്പോൾ എന്തായാലും വണ്ടിക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. അങ്ങനെ നമ്മൾ കുറേ കിലോമീറ്റേഴ്സ് താണ്ടി കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത് ഈ ബൈക്ക് ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഓടാൻ വേണ്ടിയിട്ടുള്ള പെട്രോൾ നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്ക് നേരെ പമ്പിൽ കയറിയിട്ട് കുറച്ച് പെട്രോൾ വാങ്ങാം. ചേച്ചി കുപ്പിക്കകത്ത് പെട്രോൾ തരത്തില്ലേ? ഓക്കെ. അങ്ങനെ നമ്മൾ പ്ലിങ് ഏരിയയാണ്, അവിടെ കുപ്പിക്കകത്ത് പെട്രോൾ തരത്തില്ല. കുപ്പിയിൽ പെട്രോൾ തരാത്തത് ഒരു കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ ചില സമയങ്ങളിൽ പണി കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും മുന്നോട്ട് തന്നെ പോകാം. നമുക്ക് നമ്മുടെ ടെറൈനൊന്ന് മാറ്റി പിടിക്കാം. നമുക്ക് ഒരു ബൈ റോഡിലോട്ട് പോകാം കേട്ടോ. മെയിൻ റോഡിൽ നിന്നൊരു ബൈ റോഡിലോട്ട് കയറാം. ഇലക്ഷൻ്റെ കാര്യങ്ങളായിട്ട് തന്നെ എല്ലായിടത്തും ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിക്കോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ബൈക്ക് എടുക്കുക കേട്ടോ. കാരണം ഇതിൻ്റെ മൈലേജ് നോക്കിയിട്ട് മാത്രമല്ല, ഇതിൻ്റെ റൈഡിങ് എന്ന് പറഞ്ഞാൽ കംഫോർട്ട് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ബൈക്കിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഏകദേശം ഇതിനകത്ത് കിടന്ന് പെട്രോൾ തീർക്കാനായിട്ട് ഒരുപാട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു തരത്തിലുള്ള മടുപ്പും കാര്യങ്ങളും ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോർക്ക് ഈ വണ്ടി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ടതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ബോക്സാണ്. ഹോണ്ടയുടെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ മാരകമായ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗിയർ ബോക്സാണ് കേട്ടോ. നല്ല സോഫ്റ്റും കാര്യങ്ങളാണ്. എന്തൊരു സോഫ്റ്റാണ് കേട്ടോ. അതായത് നമ്മുടെ കൊല്ലംകാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു സോഫ്റ്റാണ് ഗിയർ ബോക്സ്. അത്രയും നല്ല ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാനായാലും, അതായത് നമ്മൾ ബ്രേക്കിംഗ് സമയത്ത് ഡൗൺ ചെയ്ത് വണ്ടി നിർത്തുമായാലും ഗിയറിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. അത്രയും സോഫ്റ്റുള്ള ഗിയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ യൂണിക്കോൺ BS4 മോഡലായിട്ട് തന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ഇറങ്ങുന്ന BS6 മോഡലിലെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ BS6 മോഡൽ ബൈക്കിൻ്റെ ഫുൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്ക് എന്തായാലും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ബൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ്. ഇവിടെ രണ്ട് സൈഡിലല്ല ഒരു സൈഡിൽ അത്യാവശ്യം പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈഡിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു ഗ്രാമീണ ഒരു വൈബ് കിട്ടുന്ന ഒരു സ്ഥലത്തോടാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര കിലോമീറ്റേഴ്സ് പോകുമെന്ന് അറിയില്ല. ഒരുപാട് കിലോമീറ്റർ നമ്മളിപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോകാം. ഈ വണ്ടി പതുങ്ങുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്ത് നോക്കാം.
കുറച്ചുകൂടെ പോട്ടെ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന റിസൾട്ടിലേക്ക് അവസാനം ബൈക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ പുഷ് ചെയ്ത് നോക്കാം. മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് ഈ ബൈക്ക് ഓടാൻ പെട്രോളിന് ആവശ്യമില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഒരുപാട് കിലോമീറ്റേഴ്സും കാര്യങ്ങളും ഇപ്പോൾ തന്നെ വണ്ടി കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുവരെ ഇതിൻ്റെ ഫ്യൂലും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ വണ്ടി പമ്മുന്നുണ്ട്. ഏകദേശം ഫ്യൂല് തീരാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് നോക്കാം. ഒരു നല്ല രീതിക്കുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എവിടം വരെ മാക്സിമം പോകും നോക്കാം. ഇറക്കമായതുകൊണ്ട് തന്നെ ത്രോട്ടിൽ കൊടുക്കാതെയാണല്ലോ പോകണത് കേട്ടോ. അതുകൊണ്ടാണ് ബൈക്ക് പിന്നെ ഓടുന്നത്. ആ ഒരു കയറ്റത്തുനിന്ന് പുഷ് ചെയ്ത വണ്ടി ഏകദേശം ഇപ്പം 1 കിലോമീറ്റർ അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കാത്തിരുന്ന ആ റിസൾട്ടിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് തന്നെ കരുതാം. ഓക്കെ, ഇനി മുന്നോട്ട് പോകത്തില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ബൈക്ക് നിർത്താം. ഓക്കെ, അങ്ങനെ നമ്മുടെ ബൈക്ക് ഫൈനലി ഓഫായിട്ടുണ്ട്. ഏകദേശം നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഓടിച്ച ഒരു ഫീലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ബൈക്കിൽ കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ ഒരുപാട് സംസാരിപ്പിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഏകദേശം നമ്മളുടെ വണ്ടി ഓടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28,833 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി പെട്രോൾ ഒഴിച്ച ശേഷം ഒഴിക്കുന്നതിന് മുമ്പ് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. 28,799 കിലോമീറ്ററാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഓടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 28 കളയാം. 833 മൈനസ് 799. ഓക്കെ, അപ്പോൾ നമ്മളുടെ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യത്തിൽ. ഞാൻ ഞെട്ടിപ്പോയ ഒരു മൈലേജ് എന്ന് വേണമെങ്കിൽ പറയാം. 50 രൂപയ്ക്ക് ഈ ഒരു ബൈക്ക് ഓടിയിരിക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 34 കിലോമീറ്ററാണ് കേട്ടോ. അതായത് 50 രൂപയുടെ പെട്രോളിൽ 150 cc പവർ വരുന്ന ഈ ഒരു ബൈക്ക് ഓടിയിരിക്കുന്നത് ഏകദേശം 34 കിലോമീറ്ററും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ബൈക്ക് ഓടിയിരിക്കുന്നത്. ഒരിക്കലും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തൊരു മൈലേജ് അല്ല ഇത്. കാരണം ഞെട്ടിപ്പോയൊരു മൈലേജാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു ബൈക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്ക് 1 ലിറ്റർ പെട്രോൾ ഏകദേശം ഒരു 68 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് കിട്ടാൻ സാധ്യതയുള്ളൊരു ബൈക്കാണ് കേട്ടോ ഇത്. അതായത് ഏകദേശം ഒരു 68 കിലോമീറ്റർ പെർ ലിറ്ററാണ് ഈ ബൈക്കിൻ്റെ ആക്ച്വൽ മൈലേജ് എന്ന് പറയുന്നത്. അത് ഈ ഒരു ബൈക്കിൻ്റെ മൈലേജ് മാത്രമാണ് കേട്ടോ. കാരണം മൈലേജ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമുക്കൊരു ആക്ച്വൽ മൈലേജ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഓടിക്കുന്ന രീതിയും പിന്നെ ഈ ബൈക്കിൻ്റെ മെയിൻ്റെനൻസിൻ്റെ ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഓരോ ബൈക്കിനും ഓരോ രീതിയിലുള്ള മൈലേജ് കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പം നിങ്ങളുടെ ബൈക്കിനും എത്രയാണ് മൈലേജ് കിട്ടുന്നതെന്നും കൂടി നിങ്ങളെന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പം എന്തായാലും ഇനിയൊരു 100 രൂപയുടെ പെട്രോളും കൂടെ ബാലൻസ് ഉണ്ട്. അതെന്തായാലും ഈ വണ്ടിയിൽ ഫില്ല് ചെയ്തിട്ട് നേരെ എന്തായാലും ബൈക്ക് തിരിച്ച് ഏൽപ്പിക്കാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ കംപ്ലീറ്റ്ലി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കംപ്ലീറ്റ്ലി മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പം ഈ ഡെലിവറിക്കൊക്കെ ഓടുന്നവർക്ക് എന്തായാലും ഈ വണ്ടി അബ്സല്യൂട്ട്ലി വെർത്താണ്. ഈ ഒരു ബൈക്കിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി വെർത്താണ് കേട്ടോ ഈ ഒരു ബൈക്ക് ഓടിക്കുന്നത്. അപ്പം എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു ബൈക്കിൻ്റെ കാര്യങ്ങളായിട്ടും പുതിയൊരു ബൈക്കുമായിട്ടും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും അപ്പം പുതിയൊരു ബൈക്കിൻ്റെ കാര്യങ്ങളായിട്ട് വേറൊരു വീഡിയോ കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ റെവ് ലിമിറ്റ് ബൈ. എന്തായാലും വണ്ടി മുന്നോട്ടൊട്ടും പോയില്ല, ഫുള്ള് കംപ്ലീറ്റ് എണ്ണയും തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ബൈ ഗൈസ്.